കൊട്ടിക്കലാശത്തിൽ നിന്ന് മാറി വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന PV അൻവറിനെയാണ് ഈ ദിവസം നമ്മൾ കണ്ടത്. അതും അമരമ്പലം. അദ്ദേഹം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ നിർണായകമായ പഞ്ചായത്ത്, അദ്ദേഹത്തിന് വിജയത്തിന് നിർണായകമായ പഞ്ചായത്തിൽ അദ്ദേഹം ഇന്ന് വോട്ട് തേടുന്ന കാഴ്ചയാണ് കണ്ടത്. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായിട്ടുണ്ട്. സമീർ, ഇന്നിപ്പോൾ PV അൻവർ മാധ്യമങ്ങളോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പിണറായി സത്തിന് അവസാന ആണിയും അടിക്കുമെന്നത് ഉൾപ്പെടെ എന്താണ് അദ്ദേഹം അവസാന നിമിഷം പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ? അനുജ, വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് PV അൻവർ പങ്കുവെക്കുന്നത്. 75,000-ൽ കുറയാത്ത വോട്ടുകൾ താൻ നേടി വൻ വിജയം നേടുമെന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ചുങ്കത്തറയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വോട്ടർമാരെ നേരിട്ട് കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ചുങ്കത്തറ പഞ്ചായത്ത് PV അൻവറിലൂടെ അത് UDF പിടിച്ചടക്കിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് ചുങ്കത്തറ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊട്ടിക്കലാശം അവസാനിച്ചെങ്കിലും PV അൻവറിന് കൊട്ടിക്കലാശമില്ല. അദ്ദേഹം ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ അദ്ദേഹം വീടുകൾ കയറി വിവിധ കവലകളിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. ഇപ്പോൾ അങ്ങനെയാണ് ഈ ചുങ്കത്തറ മാർക്കറ്റിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നത്. ഇവിടെയും നിരവധിയായിട്ടുള്ള ആളുകളോട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുകയാണ്. UDF-ൽ നിന്നും LDF-ൽ നിന്നും ശക്തമായ അടിയൊഴുക്ക് തനിക്കുണ്ടാകുമെന്നുള്ളതാണ് PV അൻവറിന്റെ പ്രതീക്ഷ. അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് 35% മുതൽ 45% വരെ വോട്ട് LDF-ൽ നിന്നും താൻ സമാഹരിക്കും, UDF-ൽ നിന്ന് 25% വോട്ടും സമാഹരിക്കും. അങ്ങനെ ഒരു വൻ വിജയം താൻ നേടുമെന്നുള്ളത് PV അൻവർ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ എന്താകും കാര്യങ്ങളെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എത്രത്തോളം അടിയൊഴുക്കുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PV അൻവർ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായി മാറുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് നമുക്ക് പോകാൻ തോന്നുന്നു. അൻവർക്ക് വലിയ പ്രതീക്ഷയാണോ? പ്രതീക്ഷ ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. ജനം ജയിക്കും. ചുങ്കത്തറയിലെ സമൂസ പോലെ തന്നെ ചുങ്കത്തറയിലെ വോട്ട്. എന്റെ സംശയം ഭയങ്കര സോഫ്റ്റാണ്. എങ്ങോട്ടോ ഏതായാലും ഈ ചുങ്കത്തറയിലെ സമൂസ പോലെ സോഫ്റ്റ് ആണ് ചുങ്കത്തറയിലെ വോട്ട് എന്ന് PV അൻവർ പറയുമ്പോൾ എത്രത്തോളം വോട്ട് PV അൻവറിന് സമാഹരിക്കാനാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അനുജ, ശരി. നിലമ്പൂരിൽ പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. അവസാനവട്ട വോട്ടുമുറപ്പിക്കുന്ന തിരക്കിലാകും സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ. PV അൻവർ ഇന്ന് മുതൽ തന്നെ വോട്ട് നേരിട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.